വയനാട് കേടിച്ചിറയിൽ വീണ്ടും കടുവ പശുക്കളെ കൊന്നു. പള്ളിത്താഴെ മാളിയേക്കൽ ബെന്നിയുടെ 2 പശുക്കളെയാണ് കടുവ കൊന്നത്. തോൽപ്പെട്ടി 17 വയസ്സുള്ള ആൺകടുവയാണ് കേണിച്ചിറയിലെ അപകടകാരിയെന്ന് വനംവകുപ്പ് പറയുന്നുണ്ട്. അനൂപ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അനൂപ്, നിലവിലെ അവിടുത്തെ സാഹചര്യം എന്താണ്? ഒരു ശക്തമായ ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതാണോ കാണാൻ സാധിക്കുന്നത്? സ്വാഭാവികമായും ശക്തമായൊരു പ്രതിഷേധത്തിലേക്ക് കേണിച്ചിറയിലെ ജനങ്ങൾ മാറുകയാണ്. ഇപ്പോൾ നമുക്ക് കാണാം, കേണിച്ചിറ ടൗണിലേക്ക് ഈ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട പശുക്കളുടെ മൃതദേഹവുമായി നാട്ടുകാർ എത്തിയിരിക്കുകയാണ്. അവിടെ മൃതദേഹം നടു റോഡിൽ വെച്ച് ജനങ്ങളുടെ പ്രതിഷേധം നടക്കുകയാണ്. ഈ പ്രദേശത്തെ ഗതാഗതമെല്ലാം അക്കാരണം കൊണ്ട് സ്തംഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നുണ്ട്. ഈ മൃതദേഹം ഇവിടെ എത്തിച്ചിരിക്കുന്ന നാട്ടുകാർ നേരത്തെ ഈ മലയേക്കൽ ബെന്നി എന്ന ക്ഷീരകർഷകൻ്റെ വീട്ടിലുള്ള പശുവിനെയാണ് ഈ വിധത്തിൽ ഇന്ന് പുലർച്ചെ കടുവയെത്തി ആക്രമിച്ചു കൊന്നത്. അതിൻ്റെ തൊട്ട് തലേ ദിവസം എടക്കട് സാബു എന്നയാളുടെ വീട്ടിലെ പശുവിനെയും കടുവ ആക്രമിച്ചു കൊന്നത്. ഇതിൽ 4 പശുക്കളെയാണ് ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ 4 ദിവസത്തിനിടെ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടൊരു സാഹചര്യം കേണിച്ചിറയിലുണ്ടായത്. ആ സാഹചര്യത്തെ തുടർന്നാണ് വലിയൊരു പ്രതിഷേധം ഈ മേഖലയിൽ ഉണ്ടാവുന്നതും. ഈ കഴിഞ്ഞ ദിവസം കൂടുകൾ സ്ഥാപിച്ചിരുന്നു. ആ വിധത്തിൽ കൂടിന് സമീപത്തൊക്കെ ഈ കടുവ എത്തുകയും എന്നാൽ കടുവ കൂട്ടിൽ അകപ്പെടാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി കൂട് വെച്ചുള്ളൊരു പ്രതിഷേധമല്ല, കൂട് വെച്ചിട്ടുള്ള ഒരു നടപടിയല്ല വനവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത്. എത്രയും വേഗം ഈ കടുവയെ പിടികൂടണം. അത് ഏത് വിധത്തിലും പിടികൂടണം എന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഏത് വിധത്തിലും പിടികൂടി ഈ ആശങ്ക അകറ്റണം, ഇവിടെ നിന്ന് മാറ്റണം എന്നുള്ളൊരു ആവശ്യം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. അത് സ്വാഭാവികമായും വലിയൊരു പ്രതിഷേധമാണ് ഇവിടെ ഈ പ്രദേശത്ത് ഉണ്ടാവുന്നത്. അത്തരം ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഏതായാലും അല്പസമയം മുൻപ് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് ആദ്യഘട്ടത്തിൽ കൂടുവെച്ച് ഇതിനെ പിടികൂടാനുള്ള ശ്രമം നടക്കുമെന്നും ആവശ്യം വേണ്ടി വന്നാൽ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് ഈ വനംവകുപ്പ് സ്വാഭാവികമായും കടക്കുമെന്നുമാണ്. അത് മയക്കുവെടി വെച്ച് പിടികൂടുന്ന സാഹചര്യമാവട്ടെ, അല്ലെങ്കിൽ അതുപോലെ മറ്റ് നടപടിക്രമങ്ങളാവട്ടെ, ആ വിധത്തിലേക്ക് വനംവകുപ്പിന് കടക്കേണ്ടതുണ്ടെങ്കിൽ ആ വിധത്തിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ആദ്യം ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായാൽ വനംവകുപ്പ് ചെയ്യുക, നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത് ഏത് കടുവയാണ് എന്ന് സ്ഥിരീകരിക്കലാണ്. അതാണ് ആദ്യഘട്ടം. അതിൽ തോൽപ്പെട്ടി 17 എന്ന് പറയുന്ന 10 വയസ്സുള്ള ഒരു ആൺകടുവയാണ് ഇതെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഈ 10 വയസ്സുള്ള ആൺകടുവയ്ക്കെല്ലാം ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ശാരീരിക പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ്. അതിനാവാം ഈ കടുവ ഈ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങി ഇത്തരത്തിൽ വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്ന ഒരു രീതിയിലേക്ക് കടന്നത് എന്ന് വനവകുപ്പിൻ്റെ ഒരു നിഗമനം ആ വിധത്തിൽ ഉണ്ടാകുന്നു. ഏതായാലും ഈ കടുവയെ കൂടുവെച്ച് പിടികൂടാനുള്ള ശ്രമം പരാജയപ്പെടുന്നൊരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിലാണ് ജനങ്ങൾ ഈ വിധത്തിലുള്ള പ്രതിഷേധവുമായി ഇന്ന് കേണിച്ചിറയിൽ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ വലിയ ഒരു പ്രതിഷേധം എന്ന രീതിയിലേക്ക് ആ കാര്യങ്ങൾ മാറുകയാണ്. കേണിച്ചിറ ടൗണിൽ ഏത് വിധേനയും ഈ കടുവയെ പിടികൂടുന്ന ഒരു ഘട്ടം ഉണ്ടാകുന്നത് വരെ ഈ സമരങ്ങൾ തുടരും എന്ന് തന്നെയാണ് ജനങ്ങൾ പറയുന്നത്. ആ വിധത്തിലുള്ളൊരു പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ശക്തമായി തന്നെ രൂപപ്പെടുകയും ചെയ്യുന്നു കേണിച്ചിറയിൽ. നമുക്കറിയാം, ഈ ഒരു 4 ദിവസത്തിനുള്ളിൽ ഏതാണ്ട് 4 ദിവസത്തിനുള്ളിൽ 4 പശുക്കളെ കൊല്ലപ്പെട്ട സാഹചര്യം. ക്ഷീരമേഖല കൂടിയാണ് ഈ കേണിച്ചിറ എന്ന് പറയുന്ന പ്രദേശം. ഒട്ടേറെ ക്ഷീരകർഷകർ ഈ സ്ഥലത്ത് തങ്ങളുടെ വളർത്തുമൃഗങ്ങളെ വരുമാന മാർഗമായ വളർത്തുമൃഗങ്ങളെ ഉൾപ്പെടെ പോറ്റി ജീവിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ വരുമാന മാർഗത്തിന് ഒരു തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് കടുവയുടെ സാന്നിധ്യം മാറുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ വിധത്തിലുള്ള പ്രതിഷേധം ശക്തമാവുന്നത് എന്നാണ് ഈ നാട്ടുകാർ സൂചിപ്പിക്കുന്നത്. ഏതായാലും ഇപ്പോൾ നടക്കുന്ന ഈ പ്രതിഷേധം അതൊരു ജനങ്ങളുടെ പ്രതിഷേധമാണ്. വിവിധ രാഷ്ട്രീയ കക്ഷികളുടെയും സംഘടനകളുടെയും എല്ലാം ഒരു പ്രാതിനിധ്യം അതിലുണ്ട്. അവർ ഏകകണ്ഠേന ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതുതന്നെയാണ്. അവരുടെ ഈ കടുവയെ എത്രയും വേഗം പിടികൂടണമെന്ന ഒരു ആവശ്യത്തെ തന്നെ മുൻനിർത്തിയാണ്. ഏതായാലും ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് നമ്മുടെ അന്തിമമായ ആവശ്യം എന്ന് പറയുന്നത് ഇതിനെ മയക്കുവെടി വെച്ച് പിടിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഉത്തരവ് CCFന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഇതിന് കൂട് വെച്ച് വെയിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കില്ല. കാരണം അത്രമാത്രം പ്രതിസന്ധി ഉണ്ടാക്കി കഴിഞ്ഞാൽ 3 കുടുംബത്തിൻ്റെ വരുമാനമാണ് നിന്നുപോയിട്ടുള്ളത്. കാർഷിക മേഖലേൻ്റെ പ്രതിസന്ധിയെ തുടർന്ന് ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ആളുകൾ ജീവിക്കുന്നത്. അവർക്ക് പുല്ലരിയാൻ പോകാൻ കഴിയുന്നില്ല. തോട്ടത്തിലിപ്പോൾ മഴ പെയ്താണ്, കാപ്പിക്കൊക്കെ വളരേണ്ട സമയമാണ്. ആ ആളുകൾക്ക് ധൈര്യത്തോടൊരു തോട്ടത്തിൽ പോകാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള വലിയ പ്രയാസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെ മയക്കുവെടി വെച്ച് പിടിക്കാൻ ആവശ്യമായ ഉത്തരവ് വന്നാലല്ലാതെ ഇവിടുന്ന് പിരിഞ്ഞു പോകുന്ന പ്രശ്നമില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാറുള്ളത്. വനംവകുപ്പ് അവരുടെ RRT ടീമും കാര്യങ്ങളൊക്കെ നാട്ടിലിറങ്ങി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുന്നു. അവർക്ക് ഉത്തരവ് വരാതെ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഉത്തരവ് വരാനല്ലേ അവർക്കും നേരെ കണ്ടാൽ അവർക്ക് കൊല്ലാൻ പറ്റുമല്ലോ.
ഉത്തരവ് വരണ്ടേ? മയക്കുവെടി വെക്കാൻ പറ്റൂല്ലോ, ഉത്തരവാണ് അനിവാര്യം. ഇത് തന്നെയാണ് ജനങ്ങളുടെ ഭാഗത്തുണ്ടാകുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ആവശ്യം ഇത് തന്നെയാണ്. മയക്കുവെടി വെച്ച് കടുവയെ പിടികൂടുക, അതിൽ കുറഞ്ഞൊരു ആവശ്യമല്ല, അതിൽ കുറഞ്ഞൊരു പരിഹാരവുമല്ല. ഈ പ്രശ്നത്തിനൊരു ശാശ്വതമായി പ്രശ്നത്തിൽ വനവകുപ്പ് ഇടപെടേണ്ട ഘട്ടം എന്ന് ഏതായാലും ജനങ്ങൾ പറയുന്നു. ആ വിധത്തിൽ ഉള്ള പരിഹാര മാർഗങ്ങൾ അല്ലെങ്കിൽ ആ വിധത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുന്നതുവരെ ഈ പ്രതിഷേധം തുടരുമെന്നാണ് ജനങ്ങൾ പറയുന്നത്. തീർച്ചയായും അനൂപ, ജനവാസ മേഖലയിലാണ് ഇത്തരത്തിലൊരു സംഭവം. അത് ആ പ്രതിഷേധത്തിലെ ആളുകളുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. നിരവധി ആളുകളുടെ ജീവിത മാർഗമാണ് ഇന്നലെ പശുക്കളെ കടുവ കൊന്നതോടെ ഇല്ലാതായത്. അത് പ്രദേശവാസിയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. കടുവയെ മയക്കുവെടി വെക്കണമെന്ന് തന്നെയാണ് നാട്ടുകാരും പറയുന്നത്. ഇപ്പോൾ നിലവിൽ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രതിഷേധം കടുത്താൽ മയക്കുവെടി വെക്കുന്നതിലേക്ക് കാര്യങ്ങൾ കടക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ വനവകുപ്പ് സ്വീകരിക്കേണ്ട ചില നടപടിക്രമങ്ങളുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ കടുവയെ ഏതെന്ന് സ്ഥിരീകരിക്കുക എന്നുള്ളതാണ്. അത് വനവകുപ്പിന്റെ കടുവ സെൻസസിൽ ഉൾപ്പെടെയുള്ള സർവേ റിപ്പോർട്ടുകളിൽ ഈ കടുവയുടെ സാന്നിധ്യം സംബന്ധിച്ച് ഏതെങ്കിലും വിവരങ്ങളുണ്ടോ എന്ന് പരിശോധിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സ്ഥിരീകരണം വനവകുപ്പിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. തോൽപ്പെട്ടി 17 എന്ന് പറയുന്ന ഈ കടുവയാണിതെന്ന് ഒരു സ്ഥിരീകരണം വനവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ട്. അത് വനവകുപ്പിന്റെ സെൻസസിൽ ഉൾപ്പെടുന്ന സ്ഥിരീകരിച്ചിട്ടുള്ളൊരു ആ വിവരങ്ങൾ ലഭ്യമായിട്ടുള്ളൊരു കടുവയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഏത് വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അത് ഏത് ഘട്ടത്തിലാണ് അതിൻ്റെ ശാരീരിക സ്ഥിതി എന്നുള്ളതെല്ലാം വനവകുപ്പിന് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും ആ സ്ഥിരീകരണത്തിന് ശേഷം സ്ഥിരീകരണത്തിന് ശേഷം മറ്റ് നടപടിക്രമങ്ങളിലേക്കാണ് സ്വാഭാവികമായി വനവകുപ്പ് കിടക്കുക. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതായത് 2 കൂടുകൾ സ്ഥാപിച്ചു. ആദ്യം പശുവിനെ ഭക്ഷിച്ച സ്ഥലത്ത് കൂട് സ്ഥാപിച്ചു. ആ മൃതദേഹം അവിടെ തന്നെ ആ കൂട്ടിനുള്ളിൽ തന്നെ സ്ഥാപിച്ചു. അവിടേക്ക് കടുവ എത്തുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു വനവകുപ്പിന്. എന്നാൽ ഈ കടുവ ആ പ്രദേശത്ത് ഈ കൂടിന് സമീപത്ത് ചുറ്റിക്കറങ്ങുന്ന ഒരു രീതിയാണ് ഉണ്ടായത്. കൂട്ടിലേക്ക് കടുവ കയറിയില്ല. പിന്നീട് ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു എടക്കാട് സാബു, അതോടൊപ്പം തന്നെ മാളിയേക്കൽ ബെന്നി, ഈ 2 ക്ഷീര കർഷകരുടെ സ്ഥലങ്ങളിലേക്ക് എത്തി. അവിടെയും ഒരു കൂട് വനവകുപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ അവിടേക്കും ഈ കടുവ എത്തിയിട്ടില്ല. നമ്മൾ നേരത്തെ ഈ കടുവയുടെ ചില ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിരുന്നു. ആ ദൃശ്യങ്ങളുള്ളത് ആദ്യഘട്ടത്തിൽ കടുവ പിടിച്ച ആ പശുവിന്റെ ജഡം ഭക്ഷിക്കാനെത്തിയ കടുവയുടെ ദൃശ്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ കണ്ടത്. ഏതായാലും അതേ തുടർന്നാണ് അവിടെ കൂടി സ്ഥാപിച്ചത്. അതായത് 2 കൂടുകൾ സ്ഥാപിച്ചു. ഈ 2 കൂടുകൾ സ്ഥാപിച്ചും വനവകുപ്പിന് ചില സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമങ്ങളുണ്ട്. ഈ കൂട്ടിൽ കയറുന്നുണ്ടോ കടുവ എന്ന് വനവകുപ്പ് നിരീക്ഷിക്കും. അതുകൂടി നടപ്പായില്ലെങ്കിൽ മാത്രമാണ് മയക്കുവെടി വെക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് വനവകുപ്പ് സ്വാഭാവികമായും കടക്കുക. എന്നാൽ ഇവിടെയുള്ള ജനങ്ങളുടെ ആവശ്യം ഈ വിധത്തിൽ ആ നടപടിക്രമങ്ങളിലേക്കും സാങ്കേതിക പ്രശ്നങ്ങളിലേക്കും നിയമ കുരുക്കുകളിലേക്കും അല്ലെങ്കിൽ നിയമ തടസ്സങ്ങളിലേക്കും ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നീങ്ങരുത്. അതിനൊരു പരിഹാരം എന്ന രീതിയിൽ ത്വരിതഗതിയിൽ, അതായത് ഈ ക്ഷീര കർഷകരും ഒക്കെ അധിവസിക്കുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്ത് വളർത്തുമൃഗങ്ങൾക്കും മറ്റും ഉണ്ടാകുന്ന ഈ അപകടങ്ങൾ അല്ലെങ്കിൽ അവർ ആക്രമിക്കപ്പെടുന്നത് അവരുടെ ജീവിത വരുമാനത്തെ തന്നെ ബുദ്ധിമുട്ടായി അവർക്ക് സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു പ്രതിസന്ധി ആ രീതിയിൽ ഇവർക്ക് പുറത്തിറങ്ങി പോലും നടക്കാൻ സാധിക്കാത്ത സാഹചര്യം. ഈ പശുവിനെയെല്ലാം വളർത്തുപുല്ലെല്ലാം ശേഖരിക്കേണ്ടതുണ്ട്, പുല്ല് ശേഖരിക്കേണ്ടതുണ്ട്. രാവിലെ തന്നെ ആ ഘട്ടത്തിലേക്ക് പുല്ലരിയാനും മറ്റുള്ള ജോലികളിൽ ഏർപ്പെടേണ്ടതുണ്ട്. അതോടൊപ്പം പുലർച്ചെ പാല് സൊസൈറ്റികളിൽ കൊണ്ടു കൊടുക്കേണ്ട സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ ഈ രാവിലെ പുറത്തിറങ്ങി നടക്കേണ്ട സാഹചര്യമെല്ലാം ഈ ഒരു കടുവ ഭീതി കാരണം പ്രതിസന്ധിയിലായ സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ നടപടിക്രമങ്ങളിലേക്കും സാങ്കേതിക തടസ്സങ്ങളിലേക്കും നീങ്ങാതെ എത്രയും പെട്ടെന്ന് കടുവയെ പിടികൂടണമെന്നൊരു ആവശ്യം ശക്തമായി ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. ആ ഘട്ടത്തിലേക്ക് ജനങ്ങൾ കടക്കുകയാണ്. പ്രതിഷേധ ഘട്ടത്തിലേക്ക്, ശക്തമായ പ്രതിഷേധത്തിലേക്ക് ജനങ്ങൾ നീങ്ങുകയാണ്. പശുക്കളുടെ മൃതദേഹവുമായി കേണിച്ചിറ ടൗണിൽ ജനങ്ങൾ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു സമരമാണ് ഇപ്പോൾ നടത്തുന്നത്. ഏതായാലും ഈ സമരം അവസാനിപ്പിക്കണമെങ്കിൽ വനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടികൾ ഉണ്ടാവണം. എത്രയും പെട്ടെന്ന് മയക്കുവെടി വെച്ചോ മറ്റ് മാർഗങ്ങൾ സ്വീകരിച്ചോ ഈ കടുവയെ പിടികൂടി ഈ പ്രദേശത്തെ ഭീതി അകറ്റണം. അത് എത്രയും പെട്ടെന്ന് ഉണ്ടാവണം. അതുവരെ ഈ സമരം തുടരുമെന്നാണ് ജനങ്ങൾ പറയുന്നത്. ശരി, എന്തായാലും വയനാട് കേണിച്ചിറയിൽ വീണ്ടും കടുവ പശുക്കളെ കൊന്നു. പള്ളിത്താഴെ മാളിയേക്കൽ ബെന്നിയുടെ 2 പശുക്കളെയാണ് കടുവ കൊന്നത്. തോൽപ്പെട്ടി 17 എന്ന 10 വയസ്സുള്ള ആൺകടുവയാണ് കേണിച്ചിറയിലെ അക്രമകാരിയെന്നാണ് വനംവകുപ്പ് പറയുന്നത്. ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ നടപടിയെന്ന് വനം മന്ത്രി AK ശശീന്ദ്രനും പ്രതികരിച്ചിട്ടുണ്ട്. ഇതിനിടെ കടുവ ആക്രമണത്തിൽ പ്രതിഷേധിച്ച പശുക്കളുടെ ജഡവുമായി കേണിച്ചിറ ടൗണിലേക്ക് നാട്ടുകാരുടെ പ്രതിഷേധവും ആരംഭിച്ചിട്ടുണ്ട്. KR അനൂപാണ് വിവരങ്ങൾ നൽകിയത്.